ഹലോ! പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് പോണ് ട്ടാ. അപ്പോൾ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാണ് ട്ടോ. അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്തത് എന്തായാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്ടോ. ഞാനിതുപോലെ എവിടേക്കെങ്കിലൊക്കെ ദൂരേക്ക് പോവാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കാൻ ഉണ്ടാക്കിയിട്ട് വണ്ടി വെക്കും ട്ടോ. എനിക്കിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകണം ട്ടോ. ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ ഭയങ്കര വിശപ്പാണ്. ഇതുപോലെ എന്നെപ്പോലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാലത്തൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം വൈകിയിട്ടാണ്. അതിൻ്റെ കറക്റ്റായിട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ തലേദിവസം തന്നെ മക്കൾക്കൊക്കെ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഈ യാത്ര മാറ്റി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഇറങ്ങുമ്പോൾ തന്നെ ഒരു 10 11 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ അതേ പച്ചരിയിലേക്ക് ഒരു 3 4 ഏലക്ക ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലോണം പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് അരയ്ക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ വേഗം ഒരു 3 കട്ട ബെല്ലം ഒന്ന് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ചെടുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഉരുക്കി കിട്ടുമല്ലോ. അപ്പോൾ അതേ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് വേഗം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചരി അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയോളം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചോറില്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരി കുറച്ചുകൂടി കുറുകി നിൽക്കാനോ അല്ലെങ്കിൽ കുറവുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ചോറൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ദേ ഇതുപോലെ ബബിൾസ് വരുന്ന രീതിയിലേക്ക് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ശർക്കര പാനിയില്ലേ അത് നല്ലോണം ഉരുക്കിയെടുത്ത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സോഡാപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല ലൂസാക്കണ്ട. വെള്ളം ഒഴിക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ടാണ്. എന്നിട്ട് ഇതേ നമ്മുടെ ശർക്കര നല്ലോണം ചൂടോടുകൂടി തന്നെ ഒഴിച്ചതും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചൂടുള്ളത് കൊണ്ട് തന്നെ നല്ലോണം കട്ട പിടിക്കുന്നുണ്ട് മാവ്. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ ഇത് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിക്കാനൊന്നുമില്ല. കാലത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. എന്തായാലും വൈകിയ പിന്നെ കാലത്തേക്ക് കുറച്ച് മാവുണ്ടായിരുന്നു. അപ്പോൾ അപ്പമൊക്കെ ചുട്ടിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതേ നമ്മുടെ പാനിലേക്ക് ഇനി നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ചൂടായി വരുന്ന സമയത്ത് ചെറിയുള്ളി അരിഞ്ഞതും തേങ്ങാക്കൊത്തില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് ഇല്ലേ മാവിൻ്റെ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതൊന്ന് ഒരു 10 15 മിനിറ്റോളം കൂടിപ്പോയി 20 മിനിറ്റ് കേട്ടോ. ഒന്ന് കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ മാവ് വരില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം വരെ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ നിങ്ങൾ ഈ കാലത്തപ്പം. അപ്പോൾ നമ്മളിത് അതിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കാലത്തേക്കുള്ള അപ്പവും കൂടി ചുടുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ 2 വീഡിയോൻ്റെ മുന്നായിട്ട് ഞാനൊരു അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം കിട്ടുന്നതിൻ്റെ. അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കിയത് നോൺ സ്റ്റിക്കിലല്ല സാധാ നമ്മുടെ ഇരുമ്പ് കല്ലില്ലേ അതിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് അതിൽ ഓട്ടട ചുട്ടുകൊണ്ട് തന്നെ അതിലെടുക്കാനേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ വീഡിയോ ആ ഒരു അപ്പം അത്രയും സോഫ്റ്റായിട്ട് കിട്ടുന്നത് ഇടാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ആ മാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നോൺ സ്റ്റിക്കിൽ ചുട്ടപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ റെസിപ്പി നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. എന്തായാലും ഇതുപോലെ കിട്ടും കേട്ടോ. ഞാനിതിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. റയോൺ മെറ്റീരിയലാണ്. നല്ല സുഖം ഇടാനായിട്ട് യാത്ര ചെയ്യുമ്പോൾ. സ്ലീവ്ലെസ് ആണ് ഡ്രസ്സ് വരുന്നത്. പക്ഷേ സ്ലീവ് ഇല്ലാന്ന് കരുതിയിട്ട് വാങ്ങിക്കാതിരിക്കണ്ട. ഇതിൻ്റെ സെയിം കളറിൽ സ്ലീവ് എല്ലാ കടകളിലും തുണി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെച്ചാലും വെച്ചിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ നഷ്ടമില്ല കേട്ടോ. അത്രയും രസമുണ്ട് ഇടാനായിട്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നല്ല കംഫർട്ടും ആണ് കേട്ടോ. അപ്പോൾ കാലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 11 മണിക്ക് ശേഷമുണ്ട് ഇറങ്ങിയത്. ഈ ഒരു ചായ കുടിക്കുന്ന സമയത്ത് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. തലേദിവസം ഞങ്ങൾക്ക് ചെറിയൊരു പ്രോഗ്രാമും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടക്കുമ്പോഴും ഒരുപാട് വൈകി. കാലത്ത് 5:30ക്ക് മകനിക്ക് മദ്രസയിൽ പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ 5:30ക്ക് എണീറ്റുകൊണ്ട് അങ്ങനെ തീരെ ഉറക്കമുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണൊക്കെ നല്ലോണം നീറ്റൽ തുടങ്ങിയിട്ടാണ്. അതായത് കണ്ണൊക്കെ ചെറുതായി ആകെ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. മക്കൾക്കൊക്കെ ചെറിയ ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ യാത്ര എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്തായാലും വന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യം ഇവിടുത്തെ ജിലേബി ഇല്ലേ ആ ഒരു നമ്മുടെ അവിടുത്തെ ജിലേബി പോലത്തെ അല്ല ആ ഒരു ശർക്കരപ്പാനിയിലോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് മുക്കുന്നത്. അത് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ടു. അപ്പോൾ വരുമ്പോൾ വാങ്ങിക്കുക കാര്യങ്ങളൊക്കെ ആദ്യം കഴിയട്ടെ എന്ന് വിചാരിച്ചു. കാരണം വൈകിയില്ലേ അതുകൊണ്ട് തന്നെ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വരുമ്പോൾ അത് കണ്ടേയില്ല കേട്ടോ എവിടെയും. പിന്നെ അവിടെ കണ്ടത് ഇതുപോലെയുള്ള നല്ല നല്ല പള്ളികളുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മുടെ പാലക്കാടൊന്നും ഇങ്ങനത്തെ പള്ളികളില്ല കേട്ടോ ഇത്രയും ഭംഗിയുള്ളത്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഒരെണ്ണം ഉണ്ട്. പിന്നെ അല്ലാണ്ട് പാലക്കാട് ജില്ലയിലൊന്നും ഇങ്ങനത്തെ പള്ളികൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് പള്ളികൾ കേട്ടോ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്.
നമ്മളിവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് കയറിയത് ഒരു 3 മണിയായിട്ടാണ്. 3 മണി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചോറിൻ്റെ കൂടെ ആകെ സാമ്പാറും പിന്നെ ഒരു മീൻ കറിയും ഈ കച്ചമ്പറില്ലേ, അതായത് തൈര് വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കുന്നത്, സവോളയും ഉപ്പും തൈരും മാത്രം ഇട്ടിട്ട് അതും പിന്നെ നാരങ്ങാച്ചാറും ഒരു പപ്പടം ഉണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും പറ്റിയില്ല കേട്ടോ ചോറുണ്ണാനായിട്ട്. കൂടെ ഉപ്പേരി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കച്ചമ്പറ് കൂട്ടിയിട്ടൊക്കെ എങ്ങനെയാണ് കഴിക്കുക ചോറ്? നമ്മൾ ബിരിയാണിയുടെ കൂടെയാണല്ലോ ഇവിടെ കൂടുതലും കഴിക്കാറ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇതായിട്ട് അങ്ങനെ ചോറൊന്നും അധികം ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് കല്ലുമ്മക്കായ എന്തായാലും മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ചു കേട്ടോ. അന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയ സമയത്ത് കല്ലുമ്മക്കായ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു തവണ പോയ സമയത്ത്. പക്ഷേ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഹിന്ദിക്കാരന്മാരെ ഉണ്ടാക്കുന്നത് ഭയങ്കരമായിട്ട് മോശമായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോഴിക്കോട് വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.